ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഈ മെഷീനെ പരിചയപ്പെടുത്തി നമ്മൾ ഇതിന് മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഈ മെഷീൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടാണ്. അതായത് ഇതിന് മുൻപ് നമ്മൾ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഒന്നുകൂടെ ഞാൻ ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മെഷീൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു ഫ്രോക്ക് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രോക്ക് തയ്ക്കുന്ന ഇടയിൽ തന്നെ നമ്മുടെ സൂചിയുടെ മുനയെന്ന് പറയുന്നത് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അന്നേരത്തെ സമയപരിധി കാരണം നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്യാനുള്ള ഇതൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പം അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സൂചി. ഇത് ഫുള്ള് നമ്മൾ തയ്ച്ചപ്പോൾ ഇതിൻ്റെ മുന ഇങ്ങനെ ഒടിഞ്ഞു പോയി. അപ്പോൾ ആ രീതിയിൽ മുന ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, തുണി തയ്ക്കുമ്പോഴത്തേക്ക് നമുക്കത് ശരിയാകത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഇത്രയും സൂചി നമുക്ക് വെറുതെ വേസ്റ്റായി പോയി. അപ്പം നിങ്ങൾ തയ്ക്കുമ്പോൾ ഇതുപോലെ സൂചിയുടെ മുന ഒടിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ മെഷീനിൽ പൊടി കയറി അടഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്കങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതറിയാവുന്നവർ ഒരുപാട് പേര് കാണുമായിരിക്കും. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അഴിക്കാൻ പോകുന്നത് ഇത് രണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഈ രണ്ട് ആണിയാണ്. അപ്പോൾ നമുക്ക് ഈ മെഷീൻ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. നമുക്ക് ഈ രണ്ട് സ്ക്രൂ ഡ്രൈവറും അതുപോലെ തന്നെ ഇതുപോലൊരു സാധനം. അപ്പോൾ ഇതാണ് നമ്മൾ നോർമലി നമുക്ക് ഇതുപോലത്തെ ആണിയെല്ലാം അഴിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് രണ്ടും അഴിച്ച് ഇവിടെ നമുക്ക് എന്തെങ്കിലും പൊടിയും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ജസ്റ്റ് ഇതുപോലെ നമ്മളൊന്ന് തിരിച്ചാൽ മതി. അതായത് ഈ ഒരു ഭാഗം കൊണ്ടാണ് നമ്മൾ വലിയ ആണികളൊക്കെ, ഇപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതില്ല, ഈ ഒരു പോയിന്റഡ് ആയിട്ട് കാണുന്നില്ലേ, അപ്പോൾ ഈ പോയിന്റഡ് വെച്ച് നിങ്ങൾക്ക് തുറക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഈ ഒരു സൈഡ് മതിയായിരിക്കും. വളരെ എളുപ്പം തന്നെ നമുക്ക് തുറന്നെടുക്കാം. അതായത് സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് തുറന്നെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് രണ്ട് സൈഡും തുറന്നെടുക്കാം. ശ്രദ്ധിക്കണം, ഇതുപോലൊക്കെ നമ്മൾ ഊരുമ്പോൾ അതെടുത്ത് സൂക്ഷിച്ച് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. കേട്ടോ, ഈ രണ്ട് സൈഡ് നമ്മൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഇതുണ്ട്, ഈ പോയിന്റഡ് ആയിട്ടുള്ള സൈഡ് വെച്ച് നമുക്ക് ഇതുപോലെ ഇത് മാറ്റി നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടില്ലേ, വളരെയധികം പൊടിയാണ്. അപ്പോൾ ഇതുപോലെ പൊടി ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മൾ തയ്ക്കുമ്പോഴത്തേക്ക് സൂചി കംപ്ലീറ്റ് ഒടിയുമെന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്. സൂചിയുടെ ഏറ്റവും അറ്റത്തെ പോയിന്റഡ് ആയിട്ടുള്ള സാധനം ഒടിഞ്ഞു പോകുമ്പോൾ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ തുണിയിലെ നൂലിങ്ങനെ പൊട്ടിപ്പോയി വിട്ടു പോകുന്നുണ്ട്. അതായത് നമ്മുടെ തുണി നല്ല തുണിയൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതേ രീതി തയ്ച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ പാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആകെ മൊത്തം പൊടിയായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ അടുത്ത് കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ലേ, ഇതിന് ചുറ്റും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഇതിൽ പൊടി കാണാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടില്ലേ, ഫുള്ള് പൊടിയാണ്. അപ്പോൾ ഇതേ രീതി പൊടി ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് തയ്ക്കുമ്പോഴത്തേക്ക് സൂചിയുടെ മുന ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മെഷീൻ മാത്രമല്ല, ഏത് തരത്തിലുള്ള മെഷീൻ ആയിക്കോട്ടെ, ഇതുപോലെ നിങ്ങൾ മുകൾ ഭാഗം ആയിക്കോട്ടെ അടിഭാഗം ആയിക്കോട്ടെ കംപ്ലീറ്റ് നമ്മൾ അഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും പിന്നെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും പണി കിട്ടുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിതൊക്കെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ തരത്തിലുള്ളൊരു ബ്രഷ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെറിയ ബ്രഷ്, നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ബ്രഷ് ആണെങ്കിലും മതി. അപ്പോൾ നമുക്കിത് ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓയിൽ ചെയ്യാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സ്മൂത്തായിട്ട് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് കണ്ടില്ലേ, ഇപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാക്സിമം എത്രത്തോളം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാക്സിമം ഇതിൻ്റെ ഉൾവശം എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ കണ്ടില്ലേ, ചെറിയ മുക്കും മൂല വരെ നമ്മൾ വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം മെഷീനാണ്, ചെറിയൊരു പൊടി ഉണ്ടെങ്കിൽ പോലും നമുക്കത് തയ്ക്കുന്നതിൽ ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ ആ പല്ലിൻ്റെ ഇടവഴിയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഇത്രയും പൊടികൾ. കണ്ടില്ലേ,
ഉണ്ടല്ലേ. അപ്പോൾ മുകൾ ഭാഗം മാക്സിമം എത്ര ക്ലീൻ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യണം. അതിനുശേഷം നമുക്ക് ഉള്ളു തുറന്ന് ക്ലീൻ ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ മാക്സിമം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉൾഭാഗം തുറക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇതേ രീതി വലിക്കുമ്പോഴത്തേക്കാണ് ഇത് തുറക്കുന്നത്. കണ്ടില്ല, ഇവിടെ ചെറിയൊരു ഹോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേ രീതി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ നമുക്ക് മനസ്സിലാകാം ഇതിൻ്റെ ബേസ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് പൊടിയുണ്ട്. അപ്പോൾ നമുക്കത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത്. കണ്ടില്ലേ, ഇതാണ് 2 നോഡ്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ബോബ് വെക്കുന്നത്. അപ്പോൾ ബോബ് ഞാനിപ്പോൾ വെച്ചിട്ടില്ല, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 നോഡ് നമ്മളിത് കണ്ടില്ലേ, 2 കുഞ്ഞ് ചെറിയ കുഴി പോലെ കണ്ടില്ല. അപ്പോൾ അതിലാണ് ഈ ബ്ലാക്ക് ആണി പോലെ ഒരു സംഭവം ഇട്ട് നമ്മളത് ലോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മളത് തുറക്കാനായിട്ട് ഇത് 2 സൈഡിലോട്ടും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അതിനുശേഷം ഇതെടുക്കണം. കണ്ടില്ലേ, ഇത് നമുക്ക് സിമ്പിൾ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിലൊക്കെ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അധികം പൊടിയില്ല, നമുക്ക് ഏറ്റവും പൊടി മുകൾ ഭാഗത്തായിരുന്നു അതിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇടവഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ ചെറിയ ചെറിയ പൊടിയൊക്കെ നമുക്കത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് പൊടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കത് ഫുൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. നമുക്ക് ഇത് കണ്ടില്ലേ, ഇത് ജസ്റ്റ് നമ്മുടെ സൈഡ് ഭാഗത്ത് തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് സൂചി കയറ്റി ഇറക്കിയും കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു നോഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഇത് നേരെ ഇതിപ്പോൾ നമ്മൾ ചെരിച്ച് മെഷീൻ കിടത്തിയേക്കുന്നതാണ്. കണ്ടില്ലേ, അപ്പം നമ്മൾ ഈ 2 സൈഡിലെ കുഞ്ഞ് ആണി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അതും കൂടെ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഒന്നും കൂടെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഇത് കണ്ടില്ലേ, ഇത് ഉപയോഗിച്ചതായത് ഇതിൻ്റെ ചെറിയ അറ്റമല്ലേ, അപ്പോൾ നമുക്ക് ഇത് ചെറിയ ആണികളൊക്കെ ഊരാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നോർമൽ നമ്മുടെ ഇത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ നമ്മൾ സാധാരണ ഇതുപോലത്തെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് ചെയ്ത് നമുക്ക് പരിചയം. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ എളുപ്പം ചെയ്യാനായിട്ട് ചെയ്തത്. അപ്പോൾ സൂചി താന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തില്ല. അപ്പം നമ്മൾ സൂചി ഇതുപോലെ കുത്തിയെടുക്കാം. അപ്പം കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മെഷീൻ്റെ പല്ല്, അഥവാ നമ്മൾ തയ്ക്കുന്ന ഭാഗം ഇവിടമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞതാണ്. ഇനി നമുക്കിവിടെ അതൊന്നും കൂടെ ഇനി ഇത് കണ്ടില്ലേ, ഇവിടെ പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഓയിൽ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും അത് നമുക്ക് എങ്ങനെയാണോ വരുന്നത് അതേ രീതിയിൽ തന്നെ പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ പൊടി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അനുസരിച്ച് മാക്സിമം അതെങ്ങനെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ പൊടി നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരുപാട് പൊടികൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നീറ്റായിട്ട് ചെയ്തതിന് ശേഷം ഓയിൽ ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാം കറക്റ്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഇവിടെ നമ്മൾ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നാലും നോക്കണം എവിടെയെങ്കിലും ഒക്കെ പൊടി ഉള്ളിൽ കാണുന്നുണ്ടോ എന്നൊക്കെ. മെഷീൻ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം, നമുക്ക് ചെറിയൊരു പൊടി ഇരുന്നാൽ കൂടെ നമുക്കത് തയ്യലിൽ വേരിയേഷൻ സംഭവിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളൊന്ന് ഓയിൽ ചെയ്യാം. ഓയിൽ അതായത് ഇതാണ് നമ്മൾ ഓയിലിങ്ങിന് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓയിലിങ് ചെയ്തതിന് ശേഷം നമുക്ക് അതായത് മെഷീൻ്റെ പല്ല് ആദ്യമേ പിടിപ്പിച്ച് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇത് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഓയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്തത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ പിടിപ്പിച്ച് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ 2 ചെറിയ കുഞ്ഞ് ആണികളുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ 2 കുഞ്ഞാണികൾ എന്ന് പറയുന്നത്. അപ്പോൾ പൊസിഷൻ കറക്റ്റാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മളത് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ.
വീണ്ടും അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ ഒന്നുകൂടെ ഇതുപോലെ ഓയിൽ ചേർത്ത് ഒഴിച്ചൊന്ന് കൊടുക്കും. ജസ്റ്റ് ഒരു ഡ്രോപ്പൊക്കെ മതിയായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇത് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലെ ഭാഗമാണ്, ഇനി അതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് ഇരിക്കുന്നത്, കണ്ടില്ല. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക. സൂചി വെക്കുന്നതാക്കി ഈ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് വെക്കാവുള്ളൂ. മറു സൈഡിൽ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൂചി താഴത്തോട്ടായിരിക്കും ഇരിക്കുന്നത്. അതിനുശേഷം അടുത്തത് നമ്മൾ ഇതാണ്, അതായത് നമ്മുടെ ബോബ് ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതേ രീതി, അതായത് ഈ ഒരു രീതി നിങ്ങൾ ഷേപ്പ് കണ്ടില്ല, അപ്പോൾ ആ ഷേപ്പ് ആയിരിക്കും അപ്പം താഴെ വരണ്ട. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇതുപോലൊന്നും കൊണ്ട് വെച്ച് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഫിറ്റ് ആണോ അല്ലയോ എന്നറിയാനായിട്ട് ജസ്റ്റ് ഇതിങ്ങനെ കറക്കി നോക്കണം. അപ്പോൾ ഇങ്ങനെ കറക്കുമ്പോൾ സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചത് കറക്റ്റാണെന്നാണ് അതിൻ്റെ മീനിങ്. ഇനി അടുത്തത് ഇതാണ് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ ചെറിയൊരു നോഡ് ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ഈ നോഡെന്ന് പറയുന്നത് ഇതിൻ്റെ അറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ചെറിയൊരു നോഡ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവെക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അതിനുശേഷം ഈ 2 കുഴിവിലോട്ട് നമ്മൾ ഇതുപോലെ കൊണ്ടുവച്ച് കൊടുക്കണം, കണ്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബോബ് ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഉൾഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉൾഭാഗം ക്ലീൻ ചെയ്തപ്പോൾ ഇത് കണ്ടില്ലേ, ചെറിയൊരു സൂചി വരെ നമുക്ക് ഒടിഞ്ഞ് വീണ് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ക്ലീൻ ചെയ്ത് കാണിച്ചു. ഇനി ഈ ഒരു ഏരിയ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ആണിയുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ മറു സൈഡിൽ നമുക്ക് ആണിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് 2 ആണി എന്ന് പറയുന്നത്. ഒന്ന് ഈ ഒരു ഗ്യാപ്പിലും അതുപോലെ തന്നെ മറ്റത് ഈ ഒരു ഗ്യാപ്പിലുമാണ് ഉള്ളത്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് പൊടികളൊക്കെ കാണാം. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇവിടെ നൂല് കുടുങ്ങി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെ പൊടികൾ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് തന്നെ കളയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് പൊടികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഓയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ സൂചി പൊക്കിയും താത്തിയും കൊടുക്കണം എവിടെയൊക്കെയാണ് ഓയിൽ വേണ്ടതെന്നുള്ളത് അറിയാനായിട്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് വീണ്ടും പഴയപടി തന്നെ അടച്ചു വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലീനിങ്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മളിതെല്ലാം ഇട്ടതിന് ശേഷം ഇവിടെ ഒന്നും കൂടെ ഓയിൽ ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ നമ്മളിവിടെ വീണ്ടും ഓയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.